ആ കോട്ടിട്ട ആള്, എന്നെ പറ്റി അങ്ങനെ പറയുന്നുണ്ടാവും, ആ കോട്ടിട്ട ആള്, ആ കണ്ണട ധരിച്ച ആള്, ആ തൊപ്പിയിട്ട ആള്, ആ മീശക്കാരന്, ആ താടിക്കാരന് എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ പേരറിയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം പേരിനേക്കാളും മികച്ചതാണ്. എന്നോട് ആൾ പറയുന്നുണ്ട്, ആ കോട്ടിട്ട ആളുടെ ക്ലാസ് ഞാൻ കേൾക്കാറുണ്ട്. അതാണ് സംഭവം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പറയുക എന്നതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ആദ്യമായി ഇങ്ങോട്ട് പറയാനുള്ളത്, അറബി ഭാഷ ഒരു ബഹർ പോലെ പരന്നു കിടക്കുന്നതാണ്. നിങ്ങൾക്കത് പഠിച്ചതിൻ്റെ ഗുണം നിങ്ങൾ പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് അറബിക് യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അതിലൂടെയൊക്കെയാണ് കൂടുതൽ നിങ്ങൾക്ക് അറിവ് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന് താല്പര്യമുള്ളവർ ഇതിനോടൊപ്പമുള്ള നമ്പറിലൊക്കെ ബന്ധപ്പെടാം. ഓക്കെ, നമ്മൾ വിഷയത്തിൽ കിടക്കാം. ആദ്യമായിട്ട് കോട്ടിട്ട ആളിലേക്ക് പോകാം. നമുക്ക് ലാബിസ് കൂത്ത്, هذا الرجال لابس كوت، جيب تعال هذا تعال يا ലാബിസ് കൂത്ത് എന്ന് പറയും. യാ ലാബിസ് കൂത്ത് എന്ന് വിളിക്കരുത് കേട്ടോ. കോട്ടിട്ട ആളെ അങ്ങോട്ട് വാന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പറയേണ്ട ആ താടിക്കാരൻ ഇങ്ങോട്ട് വരരുത്, പറഞ്ഞ ആകെ പ്രശ്നമാവും അത്. ആ താടിക്കാരൻ പറ്റിയ തൊപ്പിക്കാരൻ പറ്റിയ ഒരു ഞാൻ കേട്ടിട്ടത് മറിമായത്തിലൊരു തമാശ, അതേപോലെ പറയരുത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് അങ്ങനെ പറയാലോ. എങ്ങനെ പറയാം? ആ കോട്ടിട്ട ആള്, കോട്ടിന് കൂത്ത് എന്ന് പറയാം. പിന്നെ ജാക്കേറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇംഗ്ലീഷിനെ അറബീകരിച്ച് പറയാറുണ്ട്. അതിനുള്ള ഒരു വേർഡ് അറബിയിൽ സാധാരണ ഉപയോഗിക്കാറില്ല. അതാണ് രണ്ടാമത്തെ. അതായത് ഓൺലി അറബിയല്ല, ഇംഗ്ലീഷിൽ നിന്ന് അറബീകരിച്ചേ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുക? കൂത്ത്, കൂത്ത്, ലാബിസ് കൂത്ത്. രണ്ടാമത്തത് ഞാൻ ആദ്യം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കണ്ണട വെച്ചാൾ എന്ന് പറയാം. ഓക്കെ, ആ കണ്ണട ധരിച്ചാൾ എങ്ങനെ പറയാം? ലാബിസ് നുള്ളാറ. അയാൾ പരിചയപ്പെടുത്താണ്. ഷുഫർ റജാലൻ ലാബിസ് നുള്ളാറ, ലാബിസ് നുള്ളാറ, കണ്ണട വെച്ചയാൾ. ലാബിസ് എന്ന് ധരിച്ചത് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ധരിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. കമ്മാമ എന്ന് പറയുന്നത് മാസ്ക് ധരിച്ചാൾ. എന്താണ് പറയുക? മാസ്ക് ധരിച്ചാൾ, ലാബിസ് കമ്മാമ. ഇപ്പോഴും ആളുകൾ പഴയ കൊറോണ കാലത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വെറുതെ മാസ്ക് ഊരിയൊക്കെ മറന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാം, അത് റജാലല്ലേ ലാബിസ് കമ്മാമദായിമൻ, ലാബിസ് കമ്മാമദായിമൻ. ആ എപ്പോഴും പിന്നെ മാസ്ക് ധരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ധരിക്കുക എന്ന അർത്ഥത്തിനാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കുകൂടി പറയാം. തൊപ്പിയിട്ടാൾ. നമ്മൾ തൊപ്പിയിട്ടാൾ എന്ന് പറയും, തൊപ്പി ധരിച്ച ആളെന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ആദ്യം ലാബിസ് പറഞ്ഞാൽ മതി. ലാബിസ് താക്കിയ, ഷുഫർ റജാൽ ലാബിസ് താക്കിയ, ലാബിസ് താക്കിയ, താക്കിയ, താക്കിയ എന്നും പറയും, കുബ്ബ എന്ന് പറയും. 2-3 വാക്കുകൂടി പറയാം, ചെറുതായിട്ട് പറയാം. ഒന്ന് നമുക്ക് പറയാം, എന്താണ് പിന്നെ മീശക്കാരൻ. എന്താണ് പറയാം? മീശക്കാരൻ അബു ചേർത്തുകൊണ്ടാണ്. അബു ഷനബ്. താടിക്കാരൻ അബു ലഹ്യ എന്ന് പറയും, അബു ദിഖ്ൻ എന്ന് പറയും. ദിഖ്ൻ എന്ന താടി എന്നാണ്. അതേ സ്ഥാനത്ത് താടി രോമങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താ പറയുക? നമ്മൾ അതങ്ങനെ വേർതിരിച്ച് നമ്മൾ പറയൂലല്ലോ. അത് അറബിയിൽ അങ്ങനത്തെ ഉണ്ട്. അബു ദിഖ്ൻ എന്നും അബു ലഹ്യ എന്നും പറയും.